إن الحمد لله صلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അശ്ശുഅറ 86-87 രണ്ട് വചനങ്ങളുടെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ പ്രാർത്ഥനാ രൂപത്തിലുള്ള വചനങ്ങൾ തന്നെയാണ് ഇതും. നോക്കൂ നിങ്ങൾ. വഗ്ഫിർലി അബീ, എന്റെ പിതാവിന് നീ പുറത്തു കൊടുക്കണമേ അല്ലാഹ് എന്ന് ആ സ്വന്തം പിതാവിന് വേണ്ടി അള്ളാഹുവിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. ഒരു പ്രത്യേക കാര്യം നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഒരു സത്യനിഷേധി അല്ലെങ്കിൽ ഒരു മുശ്രിക്കിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആദ്യകാലത്താണ് ഇത് പ്രാർത്ഥിച്ചത്. അതേസമയം ഇതിന്റെ വിശദീകരണം കൃത്യമായി സൂറ തൗബയിലും സൂറ മറിയമിലും അല്ലാഹു തആല ആയത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. അവിടെ വിശദീകരിക്കുന്നത് സ്വന്തം പിതാവ് അല്ലാഹുവിന്റെ ശത്രുവാണെന്ന് കൃത്യമായും വ്യക്തമായും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ബോധ്യപ്പെട്ടപ്പോൾ തന്റെ പിതാവിൽ നിന്നും പൂർണ്ണമായി അദ്ദേഹം അകന്നു നിന്നു എന്നാണ്. ആ രൂപത്തിലാണ് ഒരിക്കലും അങ്ങനെ വിശ്വാസിയായ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ് അല്ലാഹുവിന്റെ നിയമം. അതിന് എതിരല്ല. ഇത് ആദ്യഘട്ടത്തിലാണ് ഈ രൂപത്തിലുള്ള ആയത്ത് അവതരിച്ചതിന് ശേഷം അതിന് ആ യഥാർത്ഥ രൂപത്തിൽ സൂറത്ത് തൗബയിലും മറിയമിലും വന്നിട്ടുണ്ട്. ഇന്നഹു, നിശ്ചയമായും അദ്ദേഹം എന്റെ പിതാവ് കാനമിനും വഴിപിഴച്ചവരുടെ കൂട്ടത്തിൽ പെട്ടുപോയിരിക്കുകയാണല്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ഒരു പ്രാർത്ഥനാ രൂപത്തിലുള്ള വചനമാണിത്. അടുത്ത ആയത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വീണ്ടും പറയുകയാണ്, വലാ തുഖ്സിനി, നീ എന്നെ അപമാനിക്കരുതേ അല്ലാഹ്, എന്നെ നീ അപമാനത്തിലാക്കരുതേ. യൗമ യുബ്അസൂൻ, ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ എന്നെ നീ അപമാനപ്പെടുത്തരുതേ. നോക്കൂ നിങ്ങൾ, കോടാനുകോടി ജനങ്ങൾ ഒരുമിച്ചു കൂടുന്ന സദസ്സാണ്. അവിടെ അപമാനമുണ്ടാകാതിരിക്കാൻ ഇബ്രാഹിം നബി ലോക ജനങ്ങൾക്ക് മാതൃകയായി പ്രാർത്ഥിക്കുകയാണ്. നാമും നിരന്തരം ഈ രൂപത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല ഒരാളെ അപമാനത്തിലാക്കി കഴിഞ്ഞാൽ അവന് മാനം നൽകാൻ പിന്നെ ലോകത്തിൽ ആർക്കും തന്നെ സാധ്യമല്ല. അതുകൊണ്ട് നാം നിരന്തരം ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് ഇതിൽ നിന്നുള്ള മാതൃക. ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.